പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതല്ല. തന്നെത്താൻ തീരുമാനമെടുക്കും, സ്വയം തീരുമാനമെടുക്കും. അതിനെപ്പറ്റി പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് ഈ ഡെക്കേഡിന്റെ അവസാനം, ഈ ദശകത്തിന്റെ അവസാനം അത് ഹ്യൂമൻ ഇന്റലിജൻസിന്റെ ഒപ്പം എത്തുമെന്നാണ്. ഒപ്പം ഒരു 4-5 വർഷം കൂടി കഴിയുമ്പോൾ, അതായത് 2035 ആവുമ്പോഴേക്കും അത് ഹ്യൂമൻ ഇന്റലിജൻസിനെ, മനുഷ്യന്റെ ബുദ്ധിശക്തിയെ ബൈപ്പാസ് ചെയ്യും. എന്നിട്ട് അത് സൂപ്പർ ഇന്റലിജന്റ് ആവും. എന്നിട്ട് അവൻ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. പറയുന്ന കേട്ടാൽ നിങ്ങൾ ഞെട്ടും. മനുഷ്യന്റെ ബ്രെയിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മില്യൺ ഫോൾഡ്, 1 ദശലക്ഷം ഇരട്ടിയായി മനുഷ്യന്റെ ബുദ്ധിശക്തിയെ വർദ്ധിപ്പിക്കാമെന്ന്. ഞാൻ പറയും, ഇപ്പം തന്നെ ഒടുക്കത്തെ ബുദ്ധിയാണ് നമുക്ക്. എന്തൊക്കെ കുഴപ്പങ്ങളാണ് നമ്മൾ ഈ ബുദ്ധി കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബുദ്ധി 1 ദശലക്ഷം മടങ്ങ് വർദ്ധിച്ചാലോ, അതൊരു ഏകാധിപതിയായ ഭരണാധികാരിക്കാണ് അത് കിട്ടുന്നതെങ്കിൽ, ഞാൻ ട്രംപിനെ പോലെയൊന്നും മോഡിയെ പോലെയൊന്നും ഞാൻ പറയുന്നില്ല, അവരുടെയൊക്കെ കയ്യിലേക്കാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബുദ്ധി കിട്ടുന്നതെങ്കിൽ അവരെന്തൊക്കെ ചെയ്യും? ലോകത്ത് മുഴുവൻ ഏകാധിപതികളായ ഭരണാധികാരികളാണ്. അവരുടെ കയ്യിലേക്ക് ഇതുപോലത്തെ ഈ ആയുധങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഇപ്പം തന്നെ നമ്മുടെ കൺട്രോളിലല്ല.